എല്ലാ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്കും ലേൺ ടു കോൺകറിലേക്ക് സ്വാഗതം. തൊഴിൽ വാർത്തയിൽ കൊടുത്തിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. നവോത്ഥാന നായകന്റെ 100ാം സമാധി ശതാബ്ദിയാണ് 2024 മെയ് മാസത്തിൽ ആചരിച്ചത്. ഏത് നവോത്ഥാന നായകന്റെ 100ാം സമാധി ശതാബ്ദിയാണ് 2024 മെയ് മാസത്തിൽ ആചരിച്ചത്? ചട്ടമ്പി സ്വാമികളുടെ ശതാബ്ദിയാണ് 2024 മെയ് മാസത്തിൽ ആചരിച്ചത്. 2 പതിറ്റാണ്ടിനിടയിലെ ഏറ്റവും ശക്തമായ സൗരക്കാറ്റ് 2024 മെയ് 10 ഭൂമിയിൽ വീശി. എന്താണ് സൗരക്കാറ്റ്? 2 പതിറ്റാണ്ടിനിടയിലെ ഏറ്റവും ശക്തമായ സൗരക്കാറ്റ് 2024 മെയ് 10 ഭൂമിയിൽ വീശി. എന്താണ് സൗരക്കാറ്റ്? സൂര്യന്റെ ഉപരിതലത്തിലുണ്ടാകുന്ന സ്ഫോടനങ്ങളാണ് സൗരക്കാറ്റിന് കാരണമാകുന്നത്. സൂര്യന്റെ ഉപരിതലത്തിലുണ്ടാകുന്ന സ്ഫോടനങ്ങളാണ് സൗരക്കാറ്റിന് കാരണമാകുന്നത്. പൊട്ടിത്തെറിയുടെ ഫലമായി സൂര്യന് ചുറ്റുമുള്ള വലയമായ കൊറോണയിൽ നിന്ന് പ്ലാസ്മയും വൈദ്യുത കാന്തിക തരംഗങ്ങളും പുറന്തള്ളപ്പെടുന്നു. ഈ പൊട്ടിത്തെറിയുടെ ഫലമായിട്ട് സൂര്യന് ചുറ്റുമുള്ള വലയമായ കൊറോണയിൽ നിന്ന് പ്ലാസ്മയും വൈദ്യുത കാന്തിക തരംഗങ്ങളും പുറന്തള്ളപ്പെടുന്നു. സൗരക്കാറ്റ് കൊറോണൽ മാസ് എജക്ഷൻ എന്ന് ഇതറിയപ്പെടുന്നു. ഇതാണ് സൗരക്കാറ്റ് എന്ന് അറിയപ്പെടുന്നത്, അല്ലെങ്കിൽ കൊറോണൽ മാസ് എജക്ഷൻ എന്ന് പറയുന്നു. ഭൂമിയുടെ കാന്തിക മണ്ഡലത്തെ സൗരക്കാറ്റ് തടസ്സപ്പെടുത്തുന്നു. വ്ളാഡിമിർ പുടിൻ എത്രാം തവണയാണ് റഷ്യയിൽ വീണ്ടും അധികാരമേറ്റത്? അഞ്ചാം തവണയാണ് വ്ളാഡിമിർ പുടിൻ റഷ്യയിൽ വീണ്ടും അധികാരം ഏറ്റത്. ബോറിസ് എൽസിൻ പ്രസിഡന്റായിരിക്കെ പുടിൻ 1999 റഷ്യൻ പ്രധാനമന്ത്രിയായി. 1999 പുടിൻ റഷ്യൻ പ്രധാനമന്ത്രിയായി. ആ സമയത്തെ പ്രസിഡന്റ് ആരാണ്? ബോറിസ് എൽസിൻ ആയിരുന്നു പ്രസിഡന്റ്. എൽസിൻ രാജിവെച്ചതിനെ തുടർന്ന് പുടിൻ ആക്ടിംഗ് പ്രസിഡന്റും തുടർന്ന് പ്രധാനമന്ത്രിയും ആയി. 2012 പ്രസിഡന്റായി. 2020 നടപ്പിലാക്കിയ നിയമപ്രകാരം 2036 വരെ പുടിന് അധികാരത്തിൽ തുടരാനാവും. 2020 നടപ്പിലാക്കിയ നിയമപ്രകാരം ഏത് വർഷം വരെയാണ് അദ്ദേഹത്തിന് അധികാരത്തിൽ തുടരാനാവുന്നത്? 2036 വരെ അദ്ദേഹത്തിന് അധികാരത്തിൽ തുടരാൻ കഴിയും. കഴിഞ്ഞ മാർച്ചിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ 87% വോട്ട് നേടിയാണ് വിജയിച്ചത്. പുടിൻ വിജയിച്ചത്. ഒന്നുകൂടി നോക്കാം. ഏത് നവോത്ഥാന നായകന്റെ 100ാം സമാധി ശതാബ്ദിയാണ് 2024 മെയ് മാസത്തിൽ ആചരിച്ചത്? ചട്ടമ്പി സ്വാമികൾ. 2 പതിറ്റാണ്ടിനിടയിലെ ഏറ്റവും ശക്തമായ സൗരക്കാറ്റ് 2024 മെയ് 10 ഭൂമിയിൽ വീശി. എന്താണ് സൗരക്കാറ്റ്? സൂര്യന്റെ ഉപരിതലത്തിലുണ്ടാകുന്ന സ്ഫോടനങ്ങളാണ് സൗരക്കാറ്റിന് കാരണമാകുന്നത്. പൊട്ടിത്തെറിയുടെ ഫലമായി സൂര്യന് ചുറ്റുമുള്ള വലയമായ കൊറോണയിൽ നിന്ന് പ്ലാസ്മയും വൈദ്യുത കാന്തിക തരംഗങ്ങളും പുറന്തള്ളപ്പെടുന്നു. സൗരക്കാറ്റ് കൊറോണൽ മാസ് എജക്ഷൻ എന്ന് ഇത് അറിയപ്പെടുന്നു. ഭൂമിയുടെ കാന്തിക മണ്ഡലത്തെ സൗരക്കാറ്റ് തടസ്സപ്പെടുത്തുന്നു. വ്ളാഡിമിർ പുടിൻ എത്രാം തവണയാണ് റഷ്യയിൽ വീണ്ടും അധികാരമേറ്റത്? അഞ്ചാം തവണ. ബോറിസ് എൽസിൻ പ്രസിഡന്റായിരിക്കെ പുടിൻ 1999 റഷ്യൻ പ്രധാനമന്ത്രിയായി. എൽസിൻ രാജിവെച്ചതിനെ തുടർന്ന് പുടിൻ ആക്ടിംഗ് പ്രസിഡന്റും തുടർന്ന് പ്രധാനമന്ത്രിയും ആയി. 2012 പ്രസിഡന്റായി. 2020 നടപ്പിലാക്കിയ നിയമപ്രകാരം 2036 വരെ പുടിന് അധികാരത്തിൽ തുടരാനാവും. കഴിഞ്ഞ മാർച്ചിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ 87% വോട്ട് നേടിയാണ് വിജയിച്ചത്. ചൈനയുടെ പുതിയ ഇന്ത്യൻ സ്ഥാനപതി ഷൂഫെയ് ഹോങ്. കിഴക്കൻ ജെറുസലേം ആസ്ഥാനമാക്കി പ്രവർത്തിച്ചിരുന്ന പലസ്തീൻ അഭയാർത്ഥികൾക്കായുള്ള UN ഏജൻസി ഇസ്രായേൽ ജനതയുടെ ഭീഷണിയെ തുടർന്ന് തൽക്കാലത്തേക്ക് പ്രവർത്തനം അവസാനിപ്പിച്ചു. ഏജൻസിയുടെ പേര്? കിഴക്കൻ ജെറുസലേം ആസ്ഥാനമാക്കി പ്രവർത്തിച്ചിരുന്ന പലസ്തീൻ അഭയാർത്ഥികൾക്കായുള്ള UN ഏജൻസി ഇസ്രായേൽ ജനതയുടെ ഭീഷണിയെ തുടർന്ന് തൽക്കാലത്തേക്ക് പ്രവർത്തനം അവസാനിപ്പിച്ചു. ഏജൻസിയുടെ പേര് UNRWA എന്നാണ്. യുണൈറ്റഡ് നേഷൻസ് റിലീഫ് ആൻഡ് വർക്ക്സ് ഫോർ പാലസ്റ്റീൻ റെഫ്യൂജീസ് UNRWA എന്നാണ് പറയുന്നത്. ഒക്ടോബറിലെ ഹമാസ് ആക്രമണത്തിൽ UNRWA ജീവനക്കാർക്ക് പങ്കുണ്ടെന്ന് ഇസ്രയേൽ ആരോപിച്ചിരുന്നു. ഇതേ തുടർന്ന് US അടക്കമുള്ള രാജ്യങ്ങൾ സഹായധനം നിഷേധിച്ചതിനാൽ ഏജൻസി വലിയ പ്രതിസന്ധിയിലായിരുന്നു.
ഒക്ടോബറിലെ ഹമാസ് ആക്രമണത്തിൽ ഉൻവ ജീവനക്കാർക്ക് പങ്കുണ്ടെന്ന് ഇസ്രയേൽ ആരോപിച്ചിരുന്നു. ഇതേ തുടർന്ന് US അടക്കമുള്ള രാജ്യങ്ങൾ എന്ത് ചെയ്തു? സഹായധനം നിഷേധിച്ചു. അതിനാൽ ഏജൻസി വലിയ പ്രതിസന്ധിയിലായിരുന്നു. 25ാമത് പത്മപ്രഭ പുരസ്കാരം നേടിയത് ആര്? 25ാമത് പത്മപ്രഭ പുരസ്കാരം നേടിയത് റഫീഖ് അഹമ്മദ്. 75,000 രൂപയും പത്മരാഗക്കല്ല് പതിപ്പിച്ച ഫലകവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. പത്മപ്രഭ പുരസ്കാരം 75,000 രൂപ, പത്മരാഗക്കല്ല് പതിപ്പിച്ച ഫലകം, അതുപോലെ പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് ഈ പുരസ്കാരം. ഉത്തര കൊറിയയിൽ കിം കുടുംബത്തിന്റെ ആധിപത്യം ഊട്ടിയുറപ്പിക്കാൻ യത്നിച്ച ആശയപ്രചാരകൻ അടുത്തിടെ അന്തരിച്ചു. പേര്? ഉത്തര കൊറിയയിൽ കിം കുടുംബത്തിന്റെ ആധിപത്യം ഊട്ടിയുറപ്പിക്കാൻ യത്നിച്ച ആശയപ്രചാരകൻ അടുത്തിടെ അന്തരിച്ചു. പേര്? കിം കിനാം. കിം കിനാം. ഉത്തര കൊറിയയുടെ സ്ഥാപക നേതാവ് കിം ഇൽസുങ്, മകൻ കിം ജോങ് ഇൽ, അദ്ദേഹത്തിന്റെ മകൻ കിം ജോങ് ഉൻ എന്നീ 3 തലമുറകൾക്കൊപ്പം അദ്ദേഹം പ്രവർത്തിച്ചു. ഉത്തര കൊറിയയുടെ സ്ഥാപക നേതാവായ കിം ഇൽസുങ്, മകൻ കിം ജോങ് ഉൻ, അദ്ദേഹത്തിന്റെ മകൻ കിം ജോങ് ഉൻ എന്നീ 3 തലമുറകൾക്കൊപ്പം പ്രവർത്തിച്ചു. ഹിറ്റ്ലറുടെ ആശയപ്രചരണ മന്ത്രിയായിരുന്ന ജോസഫ് ഗീബൽസിനോടാണ് നാമിനെ ദക്ഷിണ കൊറിയ ഉപമിച്ചിരുന്നത്. ഹിറ്റ്ലറുടെ ആശയപ്രചരണ മന്ത്രിയായിരുന്ന ജോസഫ് ഗീബൽസിനോടാണ് നാമിനെ ദക്ഷിണ കൊറിയ ഉപമിച്ചത്. ഉത്തര കൊറിയയുടെ ഗീബൽസ് എന്നാണ് അദ്ദേഹത്തെ ഉപമിച്ചത്. ഒന്നുകൂടി. ചൈനയുടെ പുതിയ ഇന്ത്യൻ സ്ഥാനപതി ഷൂഫെയ് ഹോങ്. കിഴക്കൻ ജെറുസലേം ആസ്ഥാനമാക്കി പ്രവർത്തിച്ചിരുന്ന പലസ്തീൻ അഭയാർത്ഥികൾക്കായുള്ള UN ഏജൻസി ഇസ്രയേൽ ജനതയുടെ ഭീഷണിയെ തുടർന്ന് തൽക്കാലത്തേക്ക് പ്രവർത്തനം അവസാനിപ്പിച്ചു. ഏജൻസിയുടെ പേര് ഉൻവ, യുണൈറ്റഡ് നേഷൻസ് റിലീഫ് ആൻഡ് വർക്ക്സ് ഫോർ പലസ്തീൻ റെഫ്യൂജീസ്. ഒക്ടോബറിലെ ഹമാസ് ആക്രമണത്തിൽ ഉൻവ ജീവനക്കാർക്ക് പങ്കുണ്ടെന്ന് ഇസ്രയേൽ ആരോപിച്ചിരുന്നു. ഇതേ തുടർന്ന് US അടക്കമുള്ള രാജ്യങ്ങൾ സഹായധനം നിഷേധിച്ചതിനാൽ ഏജൻസി വലിയ പ്രതിസന്ധിയിലായിരുന്നു. 25ാമത് പത്മപ്രഭ പുരസ്കാരം നേടിയത് റഫീഖ് അഹമ്മദ്. 75,000 രൂപയും പത്മരാഗക്കല്ല് പതിപ്പിച്ച ഫലകവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. ഉത്തര കൊറിയയിൽ കിം കുടുംബത്തിന്റെ ആധിപത്യം ഊട്ടിയുറപ്പിക്കാൻ യത്നിച്ച ആശയപ്രചാരകൻ അടുത്തിടെ അന്തരിച്ചു. പേര്? കിം കിനാം. ഉത്തര കൊറിയയുടെ സ്ഥാപക നേതാവ് കിം ഇൽസുങ്, മകൻ കിം ജോങ് ഇൽ, അദ്ദേഹത്തിന്റെ മകൻ കിം ജോങ് ഉൻ എന്നീ 3 തലമുറകൾക്കൊപ്പം പ്രവർത്തിച്ചു. ഹിറ്റ്ലറുടെ ആശയപ്രചരണ മന്ത്രിയായിരുന്ന ജോസഫ് ഗീബൽസിനോടാണ് നാമിനെ ദക്ഷിണ കൊറിയ ഉപമിച്ചിരുന്നത്. ഉത്തര കൊറിയയുടെ ഗീബൽസ്. 2024 ലോക മാതൃദിനം മദേഴ്സ് ഡേ എന്നായിരുന്നു. 2024 ലോക മാതൃദിനം മദേഴ്സ് ഡേ എന്നായിരുന്നു മെയ് 12. മെയ് മാസത്തിലെ 2ാമത്തെ ഞായറാഴ്ചയാണ് മാതൃദിനം ആഘോഷിക്കുന്നത്. ഏറ്റവും കൂടുതൽ തവണ എവറസ്റ്റ് കീഴടക്കിയെന്ന സ്വന്തം റെക്കോർഡ് തിരുത്തി 29ാം തവണ കൊടുമുടിയുടെ നെറുകയിലെത്തിയത് ആര്? ഏറ്റവും കൂടുതൽ തവണ എവറസ്റ്റ് കീഴടക്കിയെന്ന സ്വന്തം റെക്കോർഡ് തിരുത്തി 29ാം തവണ കൊടുമുടിയുടെ നെറുകയിലെത്തിയതാരാണ്? കാമി റിത ഷെർപ്പ. 1994 കാമിയുടെ ആദ്യ എവറസ്റ്റ് ആരോഹണം 1994 2024 ബംഗാൾ ഗവേണേഴ്സ് അവാർഡ് ഫോർ എക്സലൻസ് നേടിയ ചലച്ചിത്ര നടൻ. 2024 ബംഗാൾ ഗവേണേഴ്സ് അവാർഡ് ഫോർ എക്സലൻസ് നേടിയ ചലച്ചിത്ര നടൻ ജഗതി ശ്രീകുമാർ. 50,000 രൂപയും കീർത്തിപത്രവും ഫലകവും അടങ്ങുന്ന അവാർഡ് ബംഗാൾ ഗവർണർ CV ആനന്ദബോസാണ് ജഗതിയുടെ വസതിയിലെത്തി സമർപ്പിച്ചത്. 50,000 രൂപയും കീർത്തിപത്രകവും ഫലകവും അടങ്ങുന്നതാണ് അവാർഡ്. ഇത് ബംഗാൾ ഗവർണർ CV ആനന്ദബോസ് ജഗതിയുടെ വസതിയിലെത്തി സമർപ്പിച്ചു. ഒന്നുകൂടി. 2024 ലോക മാതൃദിനം മദേഴ്സ് ഡേ എന്നായിരുന്നു മെയ് 12. മെയ് മാസത്തിലെ 2ാമത്തെ ഞായറാഴ്ചയാണ് മാതൃദിനം ആഘോഷിക്കുന്നത്. ഏറ്റവും കൂടുതൽ തവണ എവറസ്റ്റ് കീഴടക്കിയെന്ന സ്വന്തം റെക്കോർഡ് തിരുത്തി 29ാം തവണ കൊടുമുടിയുടെ നെറുകയിലെത്തിയത് കാമി റിത ഷെർപ്പ. 1994 കാമിയുടെ ആദ്യ എവറസ്റ്റ് ആരോഹണം. 2024 ബംഗാൾ ഗവർണേഴ്സ് അവാർഡ് ഫോർ എക്സലൻസ് നേടിയ ചലച്ചിത്ര നടൻ ജഗതി ശ്രീകുമാർ. 50,000 രൂപയും കീർത്തിപത്രവും ഫലകവും അടങ്ങുന്ന അവാർഡ് ബംഗാൾ ഗവർണർ CV ആനന്ദബോസാണ് ജഗതിയുടെ വസതിയിലെത്തി സമർപ്പിച്ചത്. അന്തരിച്ച ഏത് ഫുട്ബോൾ ഇതിഹാസത്തിനു ലഭിച്ച ലോകകപ്പ് ഗോൾഡൻ ബോൾ ട്രോഫിയാണ് ലേലത്തിന് വെച്ചത്? അന്തരിച്ച ഏത് ഫുട്ബോൾ ഇതിഹാസത്തിനു ലഭിച്ച ലോകകപ്പ് ഗോൾഡൻ ബോൾ ട്രോഫിയാണ് ലേലത്തിന് വെച്ചത്? ഡീഗോ മറഡോണ. 1986 ലോകകപ്പിലെ മികച്ച കളിക്കാരനായി തിരഞ്ഞെടുക്കപ്പെട്ട മറഡോണയ്ക്ക് ലഭിച്ച ട്രോഫിയാണ് ഫ്രഞ്ച് കമ്പനിയായ അഗൂട്ടസ് ലേലത്തിന് വെച്ചത്.
1986 ലോകകപ്പിലെ മികച്ച കളിക്കാരനായി തിരഞ്ഞെടുക്കപ്പെട്ട മറഡോണയ്ക്ക് ലഭിച്ച ട്രോഫിയാണ് ഫ്രഞ്ച് കമ്പനിയായ അഗൂട്ടെസ് ലേലത്തിന് വെച്ചത്. 1986 ലോകകപ്പ് ക്വാർട്ടർ ഫൈനലിൽ ഇംഗ്ലണ്ടിനെതിരെ മറഡോണ നേടിയ 2 ഗോളുകളും കായിക ചരിത്രത്തിൽ ഇടം പിടിച്ചിരുന്നു. 1986 ലോകകപ്പ് ക്വാർട്ടർ ഫൈനലിൽ ഇംഗ്ലണ്ടിനെതിരെ മറഡോണ നേടിയ 2 ഗോളുകളും കായിക ചരിത്രത്തിൽ ഇടം പിടിച്ചിരുന്നു. ആദ്യത്തേത് ദൈവത്തിന്റെ കൈ, ഹാൻഡ് ഓഫ് ഗോഡ് എന്നും രണ്ടാമത്തേത് നൂറ്റാണ്ടിന്റെ ഗോൾ, ഗോൾ ഓഫ് ദി സെഞ്ചുറി എന്നും അറിയപ്പെട്ടു. ആദ്യത്തെ ഗോൾ ദൈവത്തിന്റെ കൈ എന്നും രണ്ടാമത്തേത് നൂറ്റാണ്ടിന്റെ ഗോൾ എന്നും അറിയപ്പെട്ടു. അടുത്തിടെ യുഎസിലെ ബോസ്റ്റണിൽ അന്തരിച്ച റിക് സ്ലേമാൻ എപ്രകാരമാണ് വാർത്താ പ്രാധാന്യം നേടിയത്? അടുത്തിടെ യുഎസിലെ ബോസ്റ്റണിൽ അന്തരിച്ച റിക് സ്ലേമാൻ എപ്രകാരമാണ് വാർത്താ പ്രാധാന്യം നേടിയത്? ജനിതക മാറ്റം വരുത്തിയ പന്നിയുടെ വൃക്ക സ്വീകരിച്ച ആദ്യ വ്യക്തി. ജനിതക മാറ്റം വരുത്തിയ പന്നിയുടെ വൃക്ക സ്വീകരിച്ച ആദ്യ വ്യക്തിയാണ് റിക് സ്ലേമാൻ. കഴിഞ്ഞ മാർച്ചിലാണ് പന്നി വൃക്ക ഘടിപ്പിച്ചത്. 2 വർഷം ജീവിക്കുമെന്നായിരുന്നു പ്രതീക്ഷ. ഒന്നുകൂടി, അന്തരിച്ച ഏത് ഫുട്ബോൾ ഇതിഹാസത്തിനു ലഭിച്ച ലോകകപ്പ് ഗോൾഡൻ ബോൾ ട്രോഫിയാണ് ലേലത്തിന് വെച്ചത്? ഡീഗോ മറഡോണ. 1986 ലോകകപ്പിലെ മികച്ച കളിക്കാരനായി തിരഞ്ഞെടുക്കപ്പെട്ട മറഡോണയ്ക്ക് ലഭിച്ച ട്രോഫിയാണ് ഫ്രഞ്ച് കമ്പനിയായ അഗൂട്ടെസ് ലേലത്തിന് വെച്ചത്. 1986 ലോകകപ്പ് ക്വാർട്ടർ ഫൈനലിൽ ഇംഗ്ലണ്ടിനെതിരെ മറഡോണ നേടിയ 2 ഗോളുകളും കായിക ചരിത്രത്തിൽ ഇടം പിടിച്ചിരുന്നു. ആദ്യത്തേത് ദൈവത്തിന്റെ കൈ, ഹാൻഡ് ഓഫ് ഗോഡ് എന്നും രണ്ടാമത്തേത് നൂറ്റാണ്ടിന്റെ ഗോൾ, ഗോൾ ഓഫ് ദി സെഞ്ചുറി എന്നും അറിയപ്പെട്ടു. അടുത്തിടെ യുഎസിലെ ബോസ്റ്റണിൽ അന്തരിച്ച റിക് സ്ലേമാൻ എപ്രകാരമാണ് വാർത്താ പ്രാധാന്യം നേടിയത്? ജനിതക മാറ്റം വരുത്തിയ പന്നിയുടെ വൃക്ക സ്വീകരിച്ച ആദ്യ വ്യക്തി. കഴിഞ്ഞ മാർച്ചിലാണ് പന്നി വൃക്ക ഘടിപ്പിച്ചത്. 2 വർഷം ജീവിക്കുമെന്നായിരുന്നു പ്രതീക്ഷ. ഇറാനിലെ തന്ത്രപ്രധാനമായ ഏത് തുറമുഖത്തിന്റെ 10 വർഷത്തേക്കുള്ള നടത്തിപ്പ് ചുമതലയാണ് അടുത്തിടെ ഇന്ത്യ ഏറ്റെടുത്തത്? ഇറാനിലെ തന്ത്രപ്രധാനമായ ഏത് തുറമുഖത്തിന്റെ 10 വർഷത്തേക്കുള്ള നടത്തിപ്പ് ചുമതലയാണ് അടുത്തിടെ ഇന്ത്യ ഏറ്റെടുത്തത്? ചബഹാർ ഷാഹിദ് ബെഹെഷ്തി തുറമുഖത്തിന്റെ. ചബഹാർ ഷാദി ബെഹെഷ്തി തുറമുഖ ടെർമിനൽ. ആദ്യമായാണ് ഇന്ത്യ ഒരു വിദേശ തുറമുഖത്തിന്റെ നടത്തിപ്പ് ചുമതല ഏറ്റെടുക്കുന്നത്. ചൈന പാക് സാമ്പത്തിക ഇടനാഴിയെയും അറബിക്കടലിലെ ചൈനയുടെ സാന്നിധ്യത്തെയും നേരിടാൻ ചബഹാർ തുറമുഖം ഇന്ത്യക്ക് സഹായകരമാകും. ചൈന പാക് സാമ്പത്തിക ഇടനാഴിയെയും അറബിക്കടലിലെ ചൈനയുടെ സാന്നിധ്യത്തെയും നേരിടാൻ ചബഹാർ തുറമുഖം ഇന്ത്യക്ക് സഹായകരമാകും. പാകിസ്ഥാനിലെ ഗ്വാദർ തുറമുഖത്തിന്റെ വികസനം ചൈന ഏറ്റെടുത്തത് അറബിക്കടലിൽ സാന്നിധ്യം ശക്തമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ്. പാകിസ്ഥാനിലെ ഗ്വാദർ തുറമുഖത്തിന്റെ വികസനം ചൈന ഏറ്റെടുത്തത് എന്തിനാണ്? അറബിക്കടലിൽ സാന്നിധ്യം ശക്തമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ്. ചബഹാറിൽ നിന്ന് 72 കിലോമീറ്റർ അകലെയാണ് ഗ്വാദർ തുറമുഖം. ചബഹാറിൽ നിന്ന് 72 കിലോമീറ്റർ അകലെയാണ് ഗ്വാദർ തുറമുഖം. നോടി, ഇറാനിലെ തന്ത്രപ്രധാനമായ ഏത് തുറമുഖത്തിന്റെ 10 വർഷത്തേക്കുള്ള നടത്തിപ്പ് ചുമതലയാണ് അടുത്തിടെ ഇന്ത്യ ഏറ്റെടുത്തത്? ചബഹാർ ഷാഹിദ് ബെഹെഷ്തി തുറമുഖ ടെർമിനൽ. ആദ്യമായാണ് ഇന്ത്യ ഒരു വിദേശ തുറമുഖത്തിന്റെ നടത്തിപ്പ് ചുമതല ഏറ്റെടുക്കുന്നത്. ചൈന പാക് സാമ്പത്തിക ഇടനാഴിയെയും അറബിക്കടലിലെ ചൈനയുടെ സാന്നിധ്യത്തെയും നേരിടാൻ ചബഹാർ തുറമുഖം ഇന്ത്യക്ക് സഹായകരമാകും. പാകിസ്ഥാനിലെ ഗ്വാദർ തുറമുഖത്തിന്റെ വികസനം ചൈന ഏറ്റെടുത്തത് അറബിക്കടലിൽ സാന്നിധ്യം ശക്തമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ്. ചബഹാറിൽ നിന്ന് 72 കിലോമീറ്റർ അകലെയാണ് ഗ്വാദർ തുറമുഖം. 2024 മെയ്യിൽ അന്തരിച്ച കേരളത്തിലെ ആദ്യത്തെ ചെസ് ഇന്റർനാഷണൽ മാസ്റ്റർ. 2024 മെയ്യിൽ അന്തരിച്ച കേരളത്തിലെ ആദ്യത്തെ ചെസ് ഇന്റർനാഷണൽ മാസ്റ്റർ വർഗീസ് കോശി. 70-ാം വയസ്സിന് മുകളിലുള്ളവരുടെ പ്രഥമ ലോകകപ്പ് ക്രിക്കറ്റ് വേദി. 70-ാം വയസ്സിന് മുകളിലുള്ളവരുടെ പ്രഥമ ലോകകപ്പ് ക്രിക്കറ്റ് വേദി ഇംഗ്ലണ്ട്. ജൂലൈ 28 മുതൽ ഓഗസ്റ്റ് 11 വരെ നടക്കുന്ന മുതിർന്ന പൗരന്മാരുടെ ക്രിക്കറ്റ് മത്സരത്തിൽ ഇന്ത്യയെ നയിക്കുന്നത് പാലക്കാട് സ്വദേശിയായ ഹേമചന്ദ്രൻ നായർ ആണ്. ജൂലൈ 28 മുതൽ ഓഗസ്റ്റ് 11 വരെയാണ് ഈ ഒരു മത്സരം നടക്കുന്നത്. ഈ ക്രിക്കറ്റ് മത്സരത്തിൽ ഇന്ത്യയെ നയിക്കുന്ന ആരാണ്? പാലക്കാട് സ്വദേശിയായ ഹേമചന്ദ്രൻ നായർ ആണ്. ഒരു നൂറ്റാണ്ടോളം കാണാമറയത്തായിരുന്ന ഏത് തിമിംഗലങ്ങളാണ് വീണ്ടും അർജന്റീനിയൻ കടലിൽ പ്രത്യക്ഷപ്പെട്ടത്? ഒരു നൂറ്റാണ്ടോളം കാണാമറയത്തായിരുന്ന ഏത് തിമിംഗലങ്ങളാണ് വീണ്ടും അർജന്റീനിയൻ കടലിൽ പ്രത്യക്ഷപ്പെട്ടത്? സെയ് തിമിംഗലങ്ങൾ. ഇന്ത്യക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ ഫുട്ബോൾ മത്സരങ്ങൾ കളിച്ച താരം. ഇന്ത്യക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ ഫുട്ബോൾ മത്സരങ്ങൾ കളിച്ച താരം സുനിൽ ഛേത്രി. എത്ര മത്സരങ്ങളാണ്? 150 മത്സരങ്ങൾ.
2024 ജൂൺ 6 സുനിൽ ഛേത്രി വിരമിച്ചു. 2024 ജൂൺ 6 സുനിൽ ഛേത്രി വിരമിച്ചു. 39 വയസ്സ്. 2005 പാകിസ്ഥാനെതിരെ ഗോളടിച്ചായിരുന്നു അന്താരാഷ്ട്ര ഫുട്ബോളിൽ അരങ്ങേറ്റം കുറിച്ചത്. 2005 പാകിസ്ഥാനെതിരെ ഗോളടിച്ചായിരുന്നു അന്താരാഷ്ട്ര ഫുട്ബോളിൽ അരങ്ങേറ്റം കുറിച്ചത്. 2015 ഇന്ത്യൻ ടീമിന്റെ നായകനായി. 2015 ഇന്ത്യൻ ടീമിന്റെ നായകനായി. സിക്കന്ദരാബാദ് സ്വദേശിയാണ് അദ്ദേഹം. സിക്കന്ദരാബാദ് സ്വദേശിയാണ്. ഇന്ത്യക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടിയതും ഛേത്രിയാണ്. ഇന്ത്യക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടിയതാരാണ്? ഛേത്രിയാണ്. 94 ഗോളുകൾ. അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിലവിൽ സജീവമായിരിക്കുന്ന താരങ്ങളിൽ ഏറ്റവും കൂടുതൽ ഗോൾ നേടിയ മൂന്നാമത്തെ താരമാണ് സുനിൽ ഛേത്രി. അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിലവിൽ സജീവമായിരിക്കുന്ന താരങ്ങളിൽ ഏറ്റവും കൂടുതൽ ഗോൾ നേടിയ മൂന്നാമത്തെ താരമാണ് സുനിൽ ഛേത്രി. മുന്നിലുള്ളത് ആരൊക്കെയാണ്? പോർച്ചുഗലിന്റെ ക്രിസ്ത്യാനോ റൊണാൾഡോ 128, അർജന്റീനയുടെ ലയണൽ മെസ്സി 106. മുന്നിലുള്ളത് പോർച്ചുഗലിന്റെ ക്രിസ്ത്യാനോ റൊണാൾഡോ 128, അർജന്റീനയുടെ ലയണൽ മെസ്സി 106 ആണ്. നോടി 2024 മെയ്യിൽ അന്തരിച്ച കേരളത്തിലെ ആദ്യത്തെ ചെസ് ഇന്റർനാഷണൽ മാസ്റ്റർ വർഗീസ് കോശി. 70 വയസ്സിന് മുകളിലുള്ളവരുടെ പ്രഥമ ലോകകപ്പ് ക്രിക്കറ്റ് വേദി ഇംഗ്ലണ്ട്. ജൂലൈ 28 മുതൽ ഓഗസ്റ്റ് 11 വരെ നടക്കുന്ന മുതിർന്ന പൗരന്മാരുടെ ക്രിക്കറ്റ് മത്സരത്തിൽ ഇന്ത്യയെ നയിക്കുന്നത് പാലക്കാട് സ്വദേശിയായ ഹേമചന്ദ്രൻ നായർ ആണ്. ഒരു നൂറ്റാണ്ടോളം കാണാമറിയത്തായിരുന്ന ഏത് തിമിംഗലങ്ങളാണ് വീണ്ടും അർജന്റീനിയൻ കടലിൽ പ്രത്യക്ഷപ്പെട്ടത്? സി. ഇന്ത്യക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ ഫുട്ബോൾ മത്സരങ്ങൾ കളിച്ച താരം സുനിൽ ഛേത്രി 150 മത്സരങ്ങൾ. 2024 ജൂൺ 6 സുനിൽ ഛേത്രി വിരമിച്ചു. 39 വയസ്സ്. 2005 പാകിസ്ഥാനെതിരെ ഗോളടിച്ചായിരുന്നു അന്താരാഷ്ട്ര ഫുട്ബോളിൽ അരങ്ങേറ്റം കുറിച്ചത്. 2015 ഇന്ത്യൻ ടീമിന്റെ നായകനായി. സിക്കന്ദരാബാദ് സ്വദേശിയാണ്. ഇന്ത്യക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടിയത് 94 ഗോൾ നേടിയത് ഛേത്രിയാണ്. അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിലവിൽ സജീവമായിരിക്കുന്ന താരങ്ങളിൽ ഏറ്റവും കൂടുതൽ ഗോൾ നേടിയ മൂന്നാമത്തെ താരമാണ് സുനിൽ ഛേത്രി. മുന്നിലുള്ളത് പോർച്ചുഗലിന്റെ ക്രിസ്ത്യാനോ റൊണാൾഡോ 128, അർജന്റീനയുടെ ലയണൽ മെസ്സി 106 ഗോളുകൾ. ഇത്രയുമാണ് ഈ ഒരു ക്ലാസ്സിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ക്ലാസ്സിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ക്ലാസ്സുകൾ ഇഷ്ടമാവുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് മറ്റൊരു ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.